Hi dears, കഴിഞ്ഞ ദിവസം +2ന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ വിജയ ശതമാനം എന്ന് പറയുന്നത് 77.81% ആണ്. ഈ ഒരു ശതമാനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരു 22-23% സ്റ്റുഡൻസ് റിസൾട്ട് വന്നതിന് ശേഷം തന്റെ തോൽവി കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുന്നിൽ ഇനി എന്ത് ചെയ്യണം, ഏത് കോഴ്സ് എടുക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ഇത് പാസ് ആവണം എന്നറിയാത്ത ആങ്സൈറ്റിയിലായിരിക്കും. സോ ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് ആ ഫെയിൽ ആയിട്ടുള്ള തോറ്റിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് +2 നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 2 വർഷം കൊണ്ട് ഞാൻ പഠിച്ചു, കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതി ഫെയിൽ ആയിട്ട് ഇനി 6 മാസം കൊണ്ട് ഞാൻ പഠിച്ചിട്ട് ഇനി പാസ്സാവാനോ നടക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷെ നിങ്ങൾ അറിഞ്ഞോളൂ, NIOS സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ NIOS എന്നുള്ള ബോർഡിൽ നിങ്ങൾക്ക് +2 വീണ്ടും എഴുതിയെടുക്കാൻ സാധിക്കും. അതും 6 മാസം കൊണ്ട് എഴുതിയെടുക്കാൻ സാധിക്കുന്ന ഒരു അവസരം നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാം. നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും അല്ലെ? ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ ഒക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ, അതായത് SCERT സിലബസോ NCERT സിലബസിലോ നിങ്ങളിപ്പോൾ എഴുതിയിട്ടുള്ള +2 ഫെയിൽ ആവുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ തോറ്റ സർട്ടിഫിക്കറ്റിൽ ഞാൻ ഇനി സേ എക്സാം എഴുതണം, സേ എക്സാം എഴുതിയിട്ട് മാത്രമേ ഇനി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എക്സാമിന് എനിക്ക് എഴുതാൻ പറ്റിയില്ല. എന്തുകൊണ്ടായിരിക്കും എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക, എന്തുകൊണ്ടായിരിക്കും ഞാൻ തോറ്റിട്ടുണ്ടാവുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും നിങ്ങളെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് NIOSൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മാസം കൊണ്ട് ഈ കണ്ട 2 വർഷത്തെ സിലബസ് നിങ്ങൾ പഠിച്ചു തീർക്കണമെന്ന് NIOSൽ എവിടെയും പറയുന്നില്ല. സോ അങ്ങനെ പല സ്റ്റുഡൻസും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. NIOSൽ 6 മാസം കൊണ്ട് പഠിപ്പിക്കുന്നത് 2 വർഷത്തെ സിലബസ് ആണ് എന്നല്ല, അല്ലെങ്കിൽ +1 എഴുതണം, +2 എഴുതണം, ഇങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ സ്റ്റുഡൻസിനുണ്ട്. അങ്ങനെയൊന്നും അല്ല, 6 മാസം കൊണ്ട് +2 എന്നുള്ള ഒരു എക്സാം ആണ് നിങ്ങൾ എഴുതേണ്ടത്, അല്ലാതെ +1 +2 ഡിവൈഡ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല. അപ്പൊ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ NIOSന്റെ ബാച്ചുകൾ വരുന്നത് ഇയർലി 2 ബാച്ചസ് ആയിട്ടാണ്. ഒക്ടോബർ ബാച്ചും ഏപ്രിൽ ബാച്ചും ആണ് വരുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒക്ടോബർ ബാച്ച് 2025 ഒക്ടോബർ ബാച്ചിലെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ ആയിരിക്കും NIOS ബാച്ചിൽ കാണാൻ പറ്റുക. ഈ ഒരു സമയത്ത് നിങ്ങൾ 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സമയം കൊണ്ട് തന്നെ പഠിച്ച് കവർ ചെയ്യാൻ പറ്റുന്ന, അതായത് സിലബസിന്റെ 60% മാത്രമേ പബ്ലിക് എക്സാമിനേഷന് NIOS കൊടുക്കുന്നുള്ളൂ. ഈ 60% മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാക്കി 40%? ബാക്കി 40% എന്ന് പറയുന്നത് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് NIOS തരുന്ന മാർക്കാണ്. അപ്പം ഈ ഒരു NIOSൽ തന്നെ ഈ ഒരു സിലബസിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഡ്യൂറേഷന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആണ് NIOS ബോർഡ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാംസിന് നിങ്ങൾക്ക് സ്വന്തം ഡേറ്റ് ചൂസ് ചെയ്യാൻ വരെ ആ ഒരു രജിസ്ട്രേഷൻ സമയത്ത് സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും ഒക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ബോർഡാണ് NIOS ബോർഡ്, ഓപ്പൺ സ്കൂളിംഗ് ബോർഡ്. അപ്പം നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക. NIOSൽ നിങ്ങൾക്ക് ഇപ്പൊ കയ്യിലുള്ള ആ തോറ്റ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് NIOSൽ ഒരു +2 നേടിയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും തോറ്റ സർട്ടിഫിക്കറ്റ് ഒക്കെ എവിടെയെങ്കിലും എടുക്കുമോ എന്നുള്ളത്. തോറ്റ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും NIOSലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഇംഗ്ലീഷും മലയാളവും ജയിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ്, അറ്റ്ലീസ്റ്റ് 2 സബ്ജക്റ്റ് നിങ്ങൾ ജയിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള സബ്ജക്റ്റാണ് നിങ്ങൾ ഫെയിൽ ആയതെന്ന് വിചാരിക്കുക. അത്തരം കേസുകളിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ തോറ്റ സർട്ടിഫിക്കറ്റിൽ ജയിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ 2 സബ്ജക്റ്റുകളെ TOC എന്നുള്ളൊരു ട്രാൻസ്ഫോമിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് വഴി ഈ ഒരു NIOSലേക്ക് നിങ്ങൾക്ക് മാറ്റിയതിന് ശേഷം ബാക്കി 3 കോർ സബ്ജക്ട്സ് നിങ്ങൾ എഴുതിക്കൊണ്ട് NIOSൽ 6 മാസത്തെ വെറും 3 സബ്ജക്റ്റ് മാത്രം പഠിച്ച് പാസ്സായിക്കൊണ്ട് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് +2 നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്.
തോറ്റ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ തോറ്റ സർട്ടിഫിക്കറ്റ് TOC വഴി ചെയ്യുന്നത് എന്നുള്ള സംശയമൊക്കെ ചില സ്റ്റുഡൻസിന് ഉണ്ടാവും. ഇത് NIOSൽ സാധാരണഗതിയിൽ TOC ചെയ്തുകൊണ്ട് ഒരുപാട് സ്റ്റുഡൻസ് 6 മാസം കൊണ്ട് +2 എടുത്ത് പാസ്സായിട്ടുണ്ട്. സോ TOC വഴി നിങ്ങൾക്ക് ഈ NIOSലേക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് ചെയ്യാം. കാരണം ഇതാണ്, 5 സബ്ജക്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ NIOSൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പോൾ 6 മാസം കൊണ്ട് 2 വർഷം കൊണ്ട് കിട്ടുന്ന +2ന്റെ അതേ വാലിഡിറ്റി ആണോ 6 മാസം കൊണ്ടുള്ള +2 എന്നുള്ള നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ശരിയാണ്. പക്ഷെ 6 മാസം കൊണ്ടുള്ള +2 ഈ NIOSൽ എഴുതി കഴിഞ്ഞതിന് ശേഷം നീറ്റ് വരെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഈ NIOSൽ തന്നെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 5 സബ്ജക്റ്റ് എഴുതി പാസ് ആയിക്കൊണ്ട് വാലിഡ് ആയിട്ടുള്ള NIO സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില ബോർഡിൽ, അതായത് നിങ്ങൾ പാരാമെഡിക്കൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് മുന്നോട്ടേക്കെങ്കിൽ, അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്സ് NIO സർട്ടിഫിക്കറ്റിന് ഒപ്പം വെക്കാൻ വേണ്ടി പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു 1 വീക്ക് കൊണ്ട് ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ട്, അതായത് അത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇക്വലൻസി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എങ്ങനെ എടുക്കാം എന്നുള്ളതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വാലിഡിറ്റി ഈ ഒരു 6 മാസം കൊണ്ട് നേടിയെടുക്കുന്ന +2ന് ഉണ്ടായിരിക്കുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് അതിന്റെ ആവശ്യമേ ഇല്ല. ആ ഒരു സംശയത്തിന്റെ ആവശ്യമേ ആക്ച്വലി ഇല്ല. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് NIOSലൂടെ കിട്ടുന്നത്. അപ്പം ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ, ഈ തോൽവിയിൽ വിഷമിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ, നിങ്ങൾ മാക്സിമം ഈ ഒരു NIOS ബോർഡിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഒപ്പം 6 മാസം കൊണ്ട് വീണ്ടും ഈ +2 എടുത്ത് പാസ്സായി ഞാൻ എത്തേണ്ട ആ ഒരു കോഴ്സ് ഞാൻ നേടിയെടുക്കുമെന്നുള്ളൊരു വാശി ഉള്ളിൽ ഉണ്ടാവുക. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ആശംസിക്കുന്നു. അതുപോലെ തന്നെ NIOS ബോർഡിൽ ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനോ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനോ ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. NIOSലെ എല്ലാവിധ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും ഒക്കെ നിങ്ങളെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കുന്ന വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടോളൂ. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അപ്പം തന്നെ അറിയുന്നതാണ്. അതോടൊപ്പം NIOSന്റെ എല്ലാവിധ നോട്ടിഫിക്കേഷൻസും ഇതുപോലുള്ള ഡീറ്റെയിൽഡ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് തരുന്ന നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം പറയാണ്, ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ NIOSന്റെ എല്ലാ റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാ സ്ട്രീമുകളുടെയും റെക്കോർഡഡ് ക്ലാസ്സുകളും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എവിടെ ഇരുന്നും ഏത് അവസരത്തിലും പഠിക്കാവുന്ന ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ അറിയാവുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്